ഇന്നെൻ്റെ കൂടെയുള്ളത് മഹീന്ദ്ര B6 ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുൾ കാർ എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാട്ടോ. അത്രക്കും അട്രാക്റ്റീവാണ് ഈ കാറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല, അത്രക്കും അടിപൊളിയാണ്. ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലംബോർഗിനി ഉറുസിൻ്റെ ഒരു കട്ടാണ് ഇതിന്. സൈഡൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി, എന്തൊരു രസമാണ് ഇതിനെ കാണാൻ. വണ്ടി പരിചയപ്പെടുത്തുന്നതിൻ്റെ മുന്നേ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് അജീർക്കൻ്റെ സ്വന്തം വണ്ടിയാണിത്. വീഡിയോ എടുക്കാൻ തരുമെന്ന് വെച്ചപ്പോൾ ഒരു മടിയും കൂടാതെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കേട്ടോ വണ്ടിക്ക് വരുന്നത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് ഒക്കെ ഒരു വേറെ തന്നെ മോഡലാണ്. 1 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ ഈ വണ്ടിക്ക് വരുന്നത്. കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് കണ്ട പോലെയായിരുന്നു. ഇതിൻ്റെ ഗിയർ ലിവർ ആണെങ്കിലും അതേപോലെ ഹസാർഡ് ലൈറ്റ് ഒക്കെ വരുന്നത് മേലെയാണ്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ് വണ്ടി. വെന്റിലേറ്റഡ് സീറ്റുകളാണ് കേട്ടോ വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് 3 മെമ്മറി ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് 3 ഡ്രൈവർമാർക്ക് അനുസരിച്ചിട്ട് ഡ്രൈവിംഗ് പൊസിഷനും അതേപോലെ സൈഡ് മിററിൻ്റെ പൊസിഷനും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ആ ബാക്കിലേക്കാണ് വന്ന് ബാക്ക് ഡോർ തുറക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കയറി ഇരുന്നപ്പോൾ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ സൺറൂഫിന്റെ മേലെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നതാണ്. അത് മൊത്തം ആംബിയൻ ലൈറ്റിന്റെ ഒരു സെറ്റപ്പാണ്. അത് രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു വൻ അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നുക. അതേപോലെ തന്നെ ലെഗ് സ്പേസ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഒരു 170 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളെ മുട്ടൊന്നും ഫ്രണ്ട് സീറ്റിൽ തട്ടൂല കേട്ടോ. നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. റൈഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി ഒന്ന് എടുത്ത് നോക്കിയേ. 4 ഡ്രൈവിംഗ് മോഡുകളാണ് വണ്ടിക്ക് വരുന്നത്. അതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് റേസ് മോഡ്. 286 ഹോഴ്സ് പവർ ആയതുകൊണ്ട് തന്നെ വെറും 7 സെക്കൻഡ് മതി കേട്ടോ 0 to 100 വണ്ടി എത്താൻ. അപ്പം തന്നെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി എന്തായിരിക്കും ഇതിന്റെ പവർ എന്ന്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ലൈൻ അസിസ്റ്റ്, ക്രൂയിസ് കൺട്രോൾ എല്ലാം കാര്യങ്ങളും ഉണ്ട് കേട്ടോ. 20 to 80% വരെ ചാർജ് ആകാൻ വെറും 20 മിനിറ്റ് മതി. പിന്നെ ഓട്ടോ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാവിയായിട്ട് തന്നെ നമ്മളെ അടുത്തേക്ക് വണ്ടീനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. 33 ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് അജീർക്കനോട് പറഞ്ഞത്. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് അജീർക്കനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞാണിത്. ഫസ്റ്റ് റീസണ് അതിൻ്റെ ലുക്ക്. വണ്ടി നമ്മുടെ ഉറൂസിൻ്റെ ഒക്കെ ഒരു ലുക്കില്ലേ, പിന്നെ ടെസ്ലയുടെ സൈബർ ട്രക്ക്, ആ ഒരു ലുക്ക് തന്നെയാണ് എന്നെ വല്ലാണ്ട് ആകർഷിച്ചത്. വണ്ടിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 455 ലിറ്റർ ആണ് കേട്ടോ. അതായത് ഹാരിയറിനേക്കാളും ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിക്ക്. ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ടാറ്റന്റെ കർവേവി ആണ് കേട്ടോ. ഈ വണ്ടിന്റെ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 582 കിലോമീറ്റർ ആണ്. പക്ഷെ ഒരു 500 ഷുവർ ആയിട്ട് കിട്ടുന്നതാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. ഇവന്റെ പ്രൈസ് എന്ന് പറയുന്നത് 31 ലക്ഷമാണ്. 31 ലക്ഷത്തിന് ഈ വണ്ടി മുതലാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ ടാറ്റന്റെ കർവേവി ആണോ എടുക്കുക അതോ B6 ആണോ എടുക്കുക എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ. അജീർക്കാണ് എനിക്ക് വണ്ടി തന്നത്. അപ്പോൾ താങ്ക് യു അജീർക്ക. വെൽക്കം. ഓക്കെ.